ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2-3 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ, ഈ ദീപ്കെ ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ. പൂനെയിലാണ് ജേർണലിസം പഠിച്ചത്. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രൊഫഷണലായിട്ട് അത് ഡീൽ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഇങ്ങനൊരു ട്വിറ്റർ ഹാൻഡിലൊക്കെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് ഇത്രത്തോളം തള്ളിക്കയറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ സാധാരണഗതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് ഇന്ത്യയുടെ യുവാക്കൾക്ക്, തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്കെതിരെ ഉണ്ടായ പരാമർശം, ആ പരാമർശം പുള്ളിക്കാരൻ തിരുത്തിയിട്ടുണ്ട്. അത് ഒരു സൈഡിൽ നിൽക്കട്ടെ, ജഡ്ജായതുകൊണ്ട് തിരുത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജഡ്ജായാലും തിരുത്താം, കാരണം ഇവരുടെ എയിം അതാണല്ലോ. ജഡ്ജിമാരെയും ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ജെൻസി നിലപാടാണ്. അപ്പോൾ ആ നിലപാടുള്ള സ്ഥിതിക്ക് ജഡ്ജിമാർക്ക് തിരുത്താനുമുള്ള അവകാശമുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനിയിപ്പോൾ ജഡ്ജി എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ വളരെ വ്യക്തമാക്കുന്നത് ജുഡീഷ്യറിക്ക് മേൽ കടന്നു കയറുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള കുറേ യുവാക്കൾ, കോക്രോച്ച് പോലെയുള്ള വാക്ക് പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി സോഷ്യൽ മീഡിയയിലും ആക്കിയിട്ട് അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി കരസ്ഥമാക്കിക്കൊണ്ട്, പലരും ഫേക്ക് ഡിഗ്രി കരസ്ഥമാക്കിക്കൊണ്ട് പലരും ജേർണലിസത്തിലേക്ക് വരുന്നുണ്ട്. അതിലൂടെ നോളജ് ഇല്ലാത്ത തരത്തിൽ ജുഡീഷ്യറിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ അയാളുടെ അഭിപ്രായം കൃത്യമായിട്ട് ഈ ജുഡീഷ്യറിക്ക് മേലിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ യുവാക്കൾ കടന്നു കയറി വരുന്നതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതിനെ ഒരു ട്രിഗർ പോയിന്റായിട്ട് എടുത്തുകൊണ്ട് അതിനെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടി, അതായത് ഈ പാർട്ടിയല്ല, ഇത് രജിസ്റ്റേർഡ് പാർട്ടിയല്ല, ഈ പേജ് അല്ലെങ്കിൽ ഈ ട്വിറ്റർ ഹാൻഡിൽ അഥവാ ഈ ഇൻസ്റ്റാഗ്രാം പേജ് പറയുന്ന വിഷയങ്ങൾ. ഇവർ 5 പോയിന്റ് വെക്കുന്നതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ ഈ ജുഡീഷ്യറിക്കെതിരെയുള്ള പോയിന്റാണ്. അതായത് റിട്ടയർഡ് ജഡ്ജിമാർക്ക് പിന്നീടുള്ള പോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരെ റദ്ദാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകളിലും വലിയ പ്രസക്തിയുള്ള പോയിന്റുകളല്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പറഞ്ഞാൽ, ഇവർ കൃത്യമായിട്ട് ക്ലിക്ക് ബൈറ്റ് മോഡലിൽ 54 പോസ്റ്റാണ് ഇവർ മൊത്തത്തിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ ആ ഒരു ട്വിറ്റർ ഹാൻഡിലൊക്കെ ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ 54 പോസ്റ്റിൽ നിന്നും ഇത്രയും 9.8 മില്യൺ കണക്കിലുള്ള ഫോളോവേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റിന് തന്നെ കോടിക്കണക്കിൽ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുണ്ടാവണം. ഒരു പോസ്റ്റിന് അത്രത്തോളം ട്യൂണിങ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഈവൻ ദോ എക്സ് പ്ലാറ്റ്ഫോം ഓൺ ചെയ്യുന്ന എലോൺ മസ്കിന് ഉണ്ടാവില്ല, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവരുടെ കംപ്ലീറ്റ് ഡേറ്റയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് പല ചാനലുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതായത് റിവീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് റിവീൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള മിക്ക ആൾക്കാരുടെയും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും പേര് വ്യക്തമല്ല, ഐഡന്റിഫൈഡ് അല്ല, വെരിഫൈഡ് അല്ല. അതുപോലെ തന്നെ പലരും ഫേക്ക് അക്കൗണ്ട് മാതൃകയിലാണ് ഇതിന്റെ പേരെല്ലാം കൊടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബോട്ട് കമന്റ്, റിപ്പീറ്റഡ് ആയിട്ട് ബോട്ട് കമന്റ് ഇതിനകത്തുണ്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറൈസ്ഡ് കമാൻഡ് സിസ്റ്റം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരവധി കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ബോട്ട് മാനേജ്ഡ് ആണെന്നാണ് ഇന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അതുപോലെ ഇവരുടെ സ്റ്റോറി ഷെയറിംഗ് ഉണ്ടല്ലോ, ഈ സ്റ്റോറി ഷെയറിങ്ങിൻ്റെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. ഇറ്റ് മീൻസ് ഈ ബോട്ട് കമൻറ്റ് ചെയ്യുന്നത് പോലെ സ്റ്റോറി വ്യൂ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ബോട്ടിന് ഇല്ല. സ്റ്റോറി വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ആക്ച്വൽ ഫിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇവർക്ക് ഈ പേജിൽ ഫോളോവേഴ്സ് ആക്ച്വലി ഉണ്ടോ എന്ന് വെച്ചാൽ 35 ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റേർഡ് യൂസർ ആയിട്ടുള്ള 35 ലക്ഷം ആൾക്കാരുടെ ഡേറ്റ അവൈലബിൾ ആണ്. അവരുടെ ഇമെയിൽ, ഫോൺ നമ്പർ, അവരുടെ വെരിഫിക്കേഷൻ എല്ലാം പ്രോപ്പറാണ്. 35 ലക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. അത് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഇവിടെ നോക്കിക്കാണേണ്ട വിഷയമാണ്, ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയമാണ്. കാരണം ഇവർക്ക് ഫ്യൂച്ചറിൽ ഈ 35 ലക്ഷം പേരെടുത്ത് വിഷയങ്ങൾ പുഷ് ചെയ്യാൻ കഴിയും. അപ്പം ഇതിനെ ചെറിയ രീതിയിൽ നോക്കിക്കാണണമെന്ന് ചോദിച്ചാൽ ഇതിനെ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നോക്കിക്കാണേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവരുടെ എയിം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവരുടെ എയിം പ്യൂറാണ്, ഇന്ത്യയെ സെർവ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ 2029 ഇലക്ഷൻ എയിം ചെയ്തിട്ടാണ് ഇവർ പേജിൽ 2029 പേര് തന്നെ അങ്ങനെ നൽകിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇതിനകത്ത് ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കോക്രോച്ചസ് എന്ന് വിളിച്ചത് അൺഎംപ്ലോയ്മെന്റിലിരിക്കുന്ന യുവാക്കളെയാണ് വിളിച്ചത് എന്നുള്ള തരത്തിൽ, അതായത് ആ വിളിച്ച വ്യക്തി കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും അതിനെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ആ ഒരു മോട്ടീവ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ
ഇവർ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് മീഡിയ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇവർക്കുണ്ട്. അത് വെച്ചിട്ട് ഇവർ കൃത്യമായിട്ട് ഇതിനെ ഫണ്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവർ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നത് ആരുടെയും ഫണ്ടിങ് ഇതിനകത്ത് ഇല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടല്ലോ, BJP, അതായത് BJPക്കെതിരെ ഇവിടെ മറ്റുള്ള ചെറുകിട പാർട്ടികൾ, ഇൻഫാക്ട് ഇവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെല്ലാവരും കൂടി അവരുടെ ആശയങ്ങളെല്ലാം വിറ്റ് തൊലച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. എന്നിട്ടാണ് ഇവർക്ക് കഴിഞ്ഞ ഇലക്ഷൻ തന്നെ BJPയെ ഫേസ് ചെയ്യാൻ പറ്റിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും BJP ചന്ദ്രബാബു നായിഡുവിൻ്റെ 16 MP സീറ്റും അതേപോലെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ MP സീറ്റുകളും കൂട്ടിച്ചേർത്ത് മന്ത്രിസഭ രൂപീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ആന്ധ്രയ്ക്കുള്ളിലും ബീഹാറിനുള്ളിലും ഗുജറാത്തിനുള്ളിലുമാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇൻഫാക്ട് ഇപ്പം നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിമർശനാത്മകമായിട്ട് എടുത്തു വെക്കുന്നില്ല. പക്ഷേ ഇതാണ് ഫാക്ട്, ഇതൊരു യാഥാർത്ഥ്യമാണ്. BJPക്കാരുണ്ടെങ്കിൽ അവരും ഇത് ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണ്. ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ പോകുന്ന 3 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആന്ധ്ര, മറ്റൊന്ന് ഗുജറാത്ത്, ഇനിയൊന്ന് ബീഹാറാണ്. ബീഹാറിൽ ഇനി അടുത്ത് ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ആ ഇലക്ഷനിൽ അവർ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? കോക്രോച്ച് ജനതാ പാർട്ടി. ഇവിടെ ആം ആദ്മി ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതേ മാതൃകയാണ് ഇവർ പിന്തുടർന്നത്. ആ ഫുട് പ്രിന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ആം ആദ്മി എങ്ങനെയാണ് തുടങ്ങിയത്? അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ഒരു ചൂലിന്റെ പടം വെച്ചുകൊണ്ട് സമരം ചെയ്തത് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമരത്തിനെ പിന്തുണയ്ക്കാൻ പോയ വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അവിടെയും ഇങ്ങനത്തെ കുറച്ച് യുവാക്കൾ, അന്നത്തെ യുവാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വ്യക്തികൾ ഇറങ്ങിത്തിരിക്കുകയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ, അപ്പം അതിന് IAS ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ ഈ കെജ്രിവാളിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ ഒരു രാഷ്ട്രീയം അവിടെ പങ്കുവച്ചു. അത് വിജയകരമായിട്ട് കൊണ്ടുപോയി. ഒരു പരിധിവരെ പഞ്ചാബിലും അതേപോലെ തന്നെ ഡൽഹിയിലും അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. പക്ഷേ അതിലുപരി അവർക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിവേ, അതിൻ്റെ പുറകിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഗെയിമുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല, അതിനെ എതിർത്ത് നിന്ന കക്ഷികൾക്കും, ഇൻഫാക്ട് കോൺഗ്രസിനും BJPക്കും വരെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കളിക്കാൻ അറിഞ്ഞിരിക്കണം. കളി അറിയാതെ അവിടെ പോയിട്ട് ചെസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഏത് കോയിൻ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് കളിക്കണം, അല്ലെങ്കിൽ ചെസ് കളിക്കാൻ പറ്റില്ല. ഈ ജെൻസി ആണെങ്കിലും അതിന് മുമ്പുള്ള ജനറേഷൻ ആണെങ്കിലും അതിനും മുമ്പുള്ള ജനറേഷൻ ആണെങ്കിലും എല്ലാവരും ഒരു കാലത്ത് ജെൻസികൾ തന്നെ. ഇന്ന് ജെൻസി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇവർ പുതുതായിട്ട് പൊട്ടിമുളച്ച ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നില്ല. ജെൻസി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു വർഗമായിട്ട് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. വൈബ്രന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ 80s എങ്ങനെയാണോ 90s എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ 2K കിഡ്സ് അഥവാ ജെൻസി എന്ന് വിളിക്കുന്ന ഈ തലമുറയിലും കുട്ടികളുണ്ടാവുക. ഇവിടെയും മണ്ടന്മാരുണ്ടാവും, ഇവിടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഇവിടെയും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. ഇതെല്ലാം തന്നെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് ഇന്നത്തെ സൊസൈറ്റി GPS ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആൽബർട്ട് ഐൻസ്റ്റീൻ ജെൻസി കിഡിനും മുകളിലാണ്. ഇന്ന് കുറച്ച് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ കുറച്ച് ഇന്നത്തെ കുട്ടികൾ കുറച്ച് ഷോർട്ട് ഫോം ആയിട്ടുള്ള ലാംഗ്വേജ് മോഡുലേഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേകതര കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവർ. അതിലുപരിയായിട്ട് ഇവിടെയും മണ്ടന്മാരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എനിവേ, ജോലിയില്ലാത്ത ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞത് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇങ്ങനത്തെ ഒരു രാജ്യത്തിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പഴയതുപോലെയല്ല, ഇപ്പോൾ ഭരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എത്രയോ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടും എത്ര SME കമ്പനികൾ തുടങ്ങിയിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്നിട്ടും അൺഎംപ്ലോയ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യുവാക്കളുടെ പോപ്പുലേഷൻ എത്രമാത്രമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 65% ഇന്ത്യയിൽ യങ്സ്റ്റേഴ്സ് ആണ്. ഈ യങ്സ്റ്റേഴ്സിനെ മൊത്തം ജോലി കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. എംപ്ലോയ്മെന്റ് വേണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇത് കിട്ടത്തില്ല. അത് സാധ്യമല്ലാത്ത കാര്യമാണ്, അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിനൊരുപാട് വർഷങ്ങളെടുക്കും. ഈ വർഷങ്ങൾ എടുക്കുമ്പം പുതിയ യുവാക്കൾ വരും. ഇന്നത്തെ ജെൻസിയൊക്കെ അന്നത്തെ മുതുമുത്തശ്ശന്മാരായിട്ട് മാറിയിട്ടുണ്ടാവും. അന്ന് അവരും ഇതേപോലെ ഒരു ജെൻസി സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ചെയിൻ ഓഫ് പ്രോസസ്സാണ്. അതങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു മൂവ്മെന്റ് വരുന്നു, ഫ്രീഡം മൂവ്മെന്റ് വരുന്നു, പുതിയ പൊളിറ്റിക്കൽ ചിന്താഗതി പുതുതായിട്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പാകത്തിന് അവരുടെ കയ്യിൽ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. പക്ഷേ ഇവർ വെച്ചിരിക്കുന്ന 5 പോയിന്റും ഇവിടെയുള്ള ചെറിയ ലൂപ്പ് ഹോൾസ് മാത്രമാണ്. ജഡ്ജസിന്റെ പോയിന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അപ്പോൾ ഈ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, അതേപോലെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇവരെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവർ ആദ്യം ചിന്തിക്കേണ്ടത്. അതിനുള്ള ഉത്തരമാണ് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു ജെൻസി കലാപമുണ്ടായി. ശരിക്കും അവിടെ എങ്ങനെയാണ് തുടങ്ങിയത്? അവിടുത്തെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ട, മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ഒരു കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. പക്ഷേ യഥാർത്ഥ റീസൺ എന്തായിരുന്നു? മറ്റൊന്നായിരുന്നു. അതേപോലെ തന്നെയാണ് ജഡ്ജിന്റെ പരാമർശത്തിന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ സറ്റയർ പൊളിറ്റിക്കൽ പേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ പാർട്ടിയല്ല. ഈ ആശയം മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ എഫക്റ്റീവായിട്ട് രാജ്യം ഭരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ച് നോക്കേണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ അവർ ആഹ്വാനം ചെയ്ത് ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് മുന്നോട്ട് വരുന്നെങ്കിൽ അവർ വരട്ടെ.
മോസ്റ്റ് വെൽക്കം. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ആർക്ക് വേണേലും എത്രയോ പാർട്ടികളുണ്ട് ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ CJP മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. CJP അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇന്ത്യക്കുണ്ട്. പൊതുവിൽ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് കേരള, തമിഴ്നാടു, ഈ 2 സ്റ്റേറ്റുകളും BJPക്ക് കട്ടെതിരാണ്, ഇൻക്ലൂഡിങ് മീഡിയ ഉൾപ്പെടെ. അപ്പോൾ മീഡിയയിലെല്ലാം അതിനനുസരിച്ചുള്ള നെറേറ്റീവ് പ്രൊപ്പഗണ്ട ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ആശയമായിട്ട് ഇതിനെ കരുതി കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ പുതിയതായിട്ട് നോക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം ഇത് തുടങ്ങിയ ആൾക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടി പുതുതായിട്ട് തുടങ്ങിയ ആം ആദ്മിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹി CMന്റെ ഓഫീസിൽ 2019 മുതൽ തന്നെ ഈ അഭിജിത്ത് ജിബ്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 2019 മുതലേ ഇയാൾക്ക് ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്. പൂനെ കോളേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ മനീഷ് സിസോദിയ എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ആ നേതാവിൻ്റെ കീഴിൽ ജോലി കിട്ടിയാണ് പുള്ളിക്കാരൻ ഈ കോളേജിൽ നിന്ന് തന്നെ വരുന്നത്. പൂനെ കോളേജിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് ഈ ജോലിക്കാണ് വരുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ അതായത് പൊളിറ്റിക്കൽ ഐഡിയ ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അത് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഇന്ത്യയിൽ ഇന്ന് നിരവധി പ്രശ്നങ്ങളുണ്ട് റിസോൾവ് ചെയ്യാൻ. ഇതെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി എങ്ങനെയാണോ ഡൽഹിയിൽ ഒന്ന് ഭരിച്ചത് അതുപോലെയോ ആദ്യം ഇവർ ഉദ്ദേശിക്കുന്ന ബീഹാർ ഇലക്ഷൻ അതിൽ അവർ നേട്ടങ്ങൾ കൈവരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അംഗീകരിച്ച് നമുക്ക് വിലയിരുത്താം. ഇപ്പം നിലവിൽ ഇവരുടെ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒരു യൂണിറ്റി വേണമായിരുന്നു BJPക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് അവർ LDF എങ്കിലും LDF എന്ത് ആശയമായിക്കോട്ടെ, എന്ത് ചവറുമായിക്കോട്ടെ, വന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണി നമുക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ഒരു മുന്നണി ഉണ്ടാക്കി. ഇതാണ് യാഥാർത്ഥ്യം കേട്ടോ, പച്ചയ യാഥാർത്ഥ്യം. ഇതിനോട് വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം. സ്റ്റേറ്റിൽ LDFും UDFും തമ്മിൽ കീരിയും പാമ്പുമാണ്. പക്ഷേ അതേസമയം സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പിലാണ്. അതിൻ്റെ ഗുട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഇല്ലേ? ആ ഐഡിയോളജിയിലെങ്കിലും നിങ്ങൾ നിലനിൽക്കണ്ടേ? കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ലാതായി കഴിഞ്ഞു ഈ സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ഏതാണ്ട് കഴിഞ്ഞ ഇലക്ഷനിലാണ് കുറച്ച് സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അടുത്ത ഇലക്ഷനിലെങ്കിലും ശക്തമായ രീതിയിൽ കുറച്ച് സീറ്റുകൾ കൂടുതൽ പിടിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ വേണം. അത് ഗവൺമെന്റിന്റെ മുന്നോട്ട് പോക്കിനെ സ്ട്രെയിറ്റ് പാത്തിലേക്ക് നയിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ആളില്ല എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള പാർട്ടിക്കുള്ളിൽ മെജോറിറ്റി കിട്ടുന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാൻ ശക്തമായ രീതിയിൽ നല്ല നോളജ് ഉള്ള ഓപ്പോസിഷൻ ലീഡർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കും. MK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു MP ഉണ്ടല്ലോ, ആ MPയെ BJP പാർട്ടി അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പുള്ളി കൊടുക്കുന്ന പോയിന്റ്സ്, അവിടെ മുന്നോട്ട് വെക്കുന്ന ബില്ലുകൾക്കെതിരെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഈവൻ ദോ ഓപ്പോസിറ്റ് പാർട്ടി ആണെങ്കിൽ പോലും പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നെങ്കിലും അതിൽ കഴമ്പുണ്ടില്ലെങ്കിൽ അതിൽ സംസാരിക്കുന്നതിൽ പോയിന്റിൽ വ്യക്തതയുണ്ട്, അത് ചിന്തിക്കേണ്ട വിഷയമാണ് പറയുന്നത് എന്നുള്ളൊരു തോന്നൽ. അപ്പുറത്ത് നിൽക്കുന്നത് മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ അവർക്കുള്ളിൽ പാർട്ടിയുടെ ആശയങ്ങളെ മറികടന്നുകൊണ്ട് അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രസംഗം കാഴ്ചവെക്കാൻ കഴിയുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. ഞാനിപ്പോൾ MK പ്രേമചന്ദ്രൻ MPയെ പ്രതിപക്ഷ നേതാവാക്കണം എന്നല്ല പറയുന്നത്, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരണം എന്നാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ ശശി തരൂർ വരാം, അങ്ങനെ ഒരുപാട് പേരല്ല, വിരലിൽ എണ്ണാവുന്ന ചിലരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യക്കുള്ളിൽ കുറയണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും അതാണ് ഇവർ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ ജുഡീഷ്യറിയെ നന്നാക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ അത് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് തിരുത്തി പറഞ്ഞതിന് ശേഷവും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് ഞങ്ങൾ പിടിച്ച മുയലിന് 3 കാലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. കാരണം അത് പരാജയപ്പെട്ട് കഴിഞ്ഞു. കാരണം ഈ പറഞ്ഞ ആൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ CJ പാർട്ടി എന്ന് പറയുന്നത്, ഈ കോക്രോച്ച് പാർട്ടി, ശരിക്കും ബീഹാർ ഇലക്ഷനിൽ അവർ നിർണായകമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, അതായത് നിശ്ചിത തോതിലുള്ള വോട്ട് ശതമാനം നേടിയെങ്കിൽ പോലും അവരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അന്തസ്ത് കൊടുത്ത് പൊതുജനങ്ങൾ വിലയിരുത്തും. അന്ന് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഡീപ്പായിട്ട് ഇവരെ കുറിച്ച് നോക്കാം. നിലവിൽ ഇവരുടെ പുറകിൽ ആൾക്കാരുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് നല്ല രീതിയിലുള്ള ഫണ്ടിങ് ഉണ്ട്. പിന്നെ ഈ പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ് സപ്പോർട്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ പേജ് റൺ ചെയ്യുന്നത് USA നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചില്ലറ കളിയല്ല, കളി നല്ല രീതിയിൽ കളം പിടിക്കുന്നുണ്ട്. ഇപ്പം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും CIA ആരെങ്കിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതേപോലത്തെ ആൾക്കാർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് മാത്രം മതി അമേരിക്കയ്ക്ക്. അവനെ വെച്ചിട്ട് കാര്യങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ പല കിറ്റുകളും ഇറക്കാൻ അത് മതി. ഇനി എന്തെല്ലാം ഈ CJP പേജിൽ പ്രത്യക്ഷപ്പെടാൻ പോകും, എന്തെല്ലാം ടൂൾ കിറ്റുകളാണ് ഇറങ്ങാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ ദീപ്കയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എൻകറേജ് യങ്സ്റ്റേഴ്സ്.
ഫോർ എക്സാമ്പിൾ ജെൻസി പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. ആ വിഷയം കൂടി ഇവർ ഒരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നുണ്ട്, ഒരു മെയിൻ വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ 16 വയസ്സ് മുതലുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതായത് 2029 വോട്ടവകാശം നേടാൻ പോകുന്ന കുറച്ച് കുട്ടികളാണത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, വോട്ടേഴ്സ്. അപ്പോൾ ഈ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയെ അവർ മുന്നോട്ടെടുത്ത് വെക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്. വീണ്ടും പരീക്ഷ നടത്തും. പേപ്പർ ചോർച്ച നടന്നത് വലിയ അപാകത തന്നെയാണ്. അത് നടന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ മാർഗ്ഗമില്ല. കുട്ടികൾക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളുണ്ടാവും. നന്നായിട്ട് പെർഫോം ചെയ്യാത്തവർ ആ ഒരു അവസരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ വിഭാഗം കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടാണ്, അവരൊരു ഫ്രസ്ട്രേഷനിലായിരിക്കും, സ്വാഭാവികം. അപ്പോൾ ഈ വിഭാഗത്തിന്റെ സപ്പോർട്ടും കൂടി ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ ഓൾറെഡി തന്നെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട് ഇവിടെ. ആ ആന്റി ഇൻകംബൻസിയും കൂടി അവർ മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കമ്പനികൾ ഇനിയും ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കണം, എന്നാൽ മാത്രമേ ഈ അൺഎംപ്ലോയ്മെന്റിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പുതുതായിട്ടൊരു പാർട്ടി അവിടെ മാറി വന്നു എന്ന് പറഞ്ഞിട്ട് അൺഎംപ്ലോയ്മെന്റ് തീരാൻ പോകുന്നില്ല. ഈ അൺഎംപ്ലോയ്മെന്റ് പ്രശ്നം എന്ന് വെച്ചാൽ അത് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. എത്ര കമ്പനികൾ ഓപ്പൺ ചെയ്താൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ സ്വയമേ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു രാജ്യത്തുള്ള എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഈ സംഗതി ഉണ്ടാവില്ല. അവർ ഭീമമായ തുക ടാക്സ് പിരിച്ച് ആ ടാക്സിൽ നിന്നും ഈ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരൊരു സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട് ചെലവിന് വേണ്ടിയിട്ട്. അവരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസയാണിത്. കാരണം ഈ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല കുട്ടികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള, അങ്ങനെയാണ് അവർ വളർത്തുന്നത്, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അതിലുപരിയായിട്ട് അവർക്ക് ഒരു മാസം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് 3 to 4 ഇൻ്റർവ്യൂസ് ഗവൺമെൻറ് തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതിന് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചലിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ലോക്കൽസിന്, അതായത് ആ രാജ്യത്തിൻ്റെ സിറ്റിസൻസിന് ആ രാജ്യം കൊടുക്കുന്ന ഫെസിലിറ്റീസാണ്. നമുക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു PSC ഉണ്ട്. PSC പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആ ലിസ്റ്റ് നവംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ്. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ PSC ഒക്കെ എഴുതിയിട്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ്, ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, ലിസ്റ്റിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലിസ്റ്റിൽ വന്ന ആൾക്കാർ എംപ്ലോയ്മെൻറ്റ് പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എഴുതിയ ആൾക്കാരുടെ ലിസ്റ്റ് തന്നെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ കഥ എന്താവും? അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം മറ്റൊരു വിഷയവുമായിട്ട് ആന്റിസിപ്പേറ്റഡ് ആണ്. അതനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കൂ. ഇനി മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, മാർക്കോ റൂബിയോ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. 23 മുതൽ 26 തീയതി വരെ ഇന്ത്യയിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എണ്ണക്കച്ചവടം അത് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം എന്നാണ് മാർക്കോ റൂബിയോ ആവശ്യപ്പെടാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പക്ഷേ റഷ്യയുമായിട്ട് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയെ മൈൻഡ് ചെയ്യാതെ അമേരിക്കയെ കൺവിൻസ് ചെയ്യും ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം നമ്മളുടെ കറൻസി മൂല്യം ഡെയിലി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തുർക്കിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അടപടലം പൊട്ടി പാളിസായി. അവരുടെ തുർക്കിയുടെ കടപ്പത്രം, അതിൻ്റെ ബോണ്ട് ഉണ്ടല്ലോ, ഡെറ്റ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് 34% വർദ്ധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2% പലിശയ്ക്ക് വിറ്റിരുന്ന കടപ്പത്രം 34%ലേക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റോക്ക് മാർക്കറ്റ് അടച്ച് പൂട്ടി, ക്ലോസ് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു തുർക്കിയിലെ തയ്യബ് എർദോഗൻ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് വല്ലാത്ത രീതിയിൽ തുർക്കിക്കുള്ളിൽ കാര്യങ്ങൾ വഷളാക്കിക്കൊണ്ട് പോവുകയാണ് തയ്യബ് എർദോഗൻ. കാരണം അധികാരക്കൊതി, ഓപ്പണായിട്ട് ഇലക്ഷൻ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തുർക്കിക്കുള്ളിൽ വീണ്ടും ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ 3 സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ കാണാം. ആദ്യം പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോയി. രണ്ടാമത് ഞാൻ പോയി സംസാരിച്ചിട്ട് നടന്നില്ല, അമേരിക്ക ചോദിക്കുന്നത് പോലെ ഇറാൻ യുറേനിയം വിട്ടൊഴിയാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അസീം മുനീർ വടിയുമായിട്ട് വീണ്ടും വന്നിറങ്ങി. അസീം മുനീർ സ്റ്റിക്ക് വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം വടിയുമായിട്ട് നേരെ പോയി ഇറങ്ങിയിട്ട് പറഞ്ഞ് ഇത്ര ബന്ധങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഈ യുറേനിയത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അസീം മുനീർ അവിടെ എത്തിയപ്പോഴത്തേക്കും അസീം മുനീറിനും പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് കിട്ടിയില്ല. എന്നിട്ടും അസീം മുനീർ അമേരിക്കയെ വിളിച്ചിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇന്ന വിഷയങ്ങളൊക്കെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ട്രംപ് അവിടെ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെയാണ് വരുന്നത്. സൂൺ വി വിൽ കം ടു ദ ഡീൽ, അതായത് വൈകാതെ തന്നെ ഞങ്ങൾ ഡീലിൽ എത്തിപ്പെടും. ഇറാൻ ആണെങ്കിൽ കാല് പിടിച്ച് ചോദിക്കുകയാണ് ഡീലിലെത്താൻ വേണ്ടിയിട്ട് എന്നുള്ള തരത്തിലേക്കാണ് ട്രംപ് പലപ്പോഴായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അവിടെ നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഖത്തർ പോകുന്നുണ്ട്. ഖത്തർ ഇപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നീക്കുപോക്കുകൾ നടത്തി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്
മീഡിയേഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയില്ല. യുറേനിയം ഒരു കാരണവശാലും ഞങ്ങൾ ആർക്കും കൈമാറുന്ന പരിപാടിയില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അപ്പോഴാണ് UAE അടുത്ത പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. UAEയുടെ പരാതി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഞങ്ങളുടെ സ്ഥലം കൂടി ചേർത്ത് ഇവർ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഇവർ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളെല്ലാം കൂടി ഇവർ ചേർത്ത് വരച്ചിരിക്കുകയാണ്. ഇത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള IMO എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് UAE പരാതി നൽകിയിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഇടപെട്ട് തീർത്തു വെക്കണം. കാരണം ഈ അതിർത്തി ഞങ്ങൾക്കുള്ള അതിർത്തി ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടെ സോവറിനിറ്റിയിൽ ഉൾപ്പെടുന്ന ഏരിയയാണ്. ആ ഏരിയ എങ്ങനെയാണ് ഇറാന് സ്വന്തമാക്കാൻ പറ്റുന്നത്? ഇത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യമാണ് UAE ഉന്നയിച്ചിരിക്കുന്നത്. പരാതിയിൽ UAE ഈ വിഷയം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 50% പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ ഒരു ഡീലിലെത്താൻ. എങ്ങനെ ചിന്തിച്ചാലും ഉള്ളൊരു 50% ഈ ചർച്ച പൊളിയാനാണ് സാധ്യത എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുറേനിയം വിട്ടൊഴിയാൻ അവർ സമ്മതിക്കില്ല, സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലും അവർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ടോൾ പിരിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവരുടെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതിലൂടെ ഒരു സാമ്പത്തിക റിലീഫ് അവർക്ക് നേടാൻ കഴിയുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം കോമ്പൻസേഷൻ USA കൊടുക്കാൻ പോകുന്നില്ല, അറബ് രാജ്യങ്ങളും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറാൻ ഡെസ്പറേറ്റ്ലി ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് പിടിച്ചു നിൽക്കുന്നത്. അവർക്ക് പിടിച്ചു നിന്നേ പറ്റൂ, അതാണ് സാഹചര്യം. അവരുടെ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ നികത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ മെയിൻ അജണ്ട, അല്ലാതെ അവർക്ക് വരുമാന മാർഗ്ഗമില്ല. എണ്ണക്കച്ചവടം ഇപ്പം തീരെ കുറഞ്ഞിരിക്കുകയാണ്, ഇറാൻ്റെ എണ്ണക്കച്ചവടം. അപ്പോൾ അതിൽ നിന്നുള്ള ബദൽ വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല. IRGC ആണെങ്കിൽ ഡ്രൈഡ് ഔട്ട് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക ചോദിക്കുന്ന മാതൃകയിൽ ഒരു ഡീൽ സാധ്യമാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട്, ഹജ്ജ് പെരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് വിസിറ്റേഴ്സ്, ഈവൻ ആഫ്രിക്കൻ റീജിയനിൽ നിന്നൊക്കെ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ എത്തുന്നുണ്ട്. സുഡാൻ ആയിക്കോട്ടെ, കോങ്കോ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ എബോള നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇപ്പോഴും പ്രിക്വേഷണറി മെഷേഴ്സ് എടുത്തിട്ടില്ല. ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എബോള സ്റ്റാർട്ട് ചെയ്യുന്നല്ല, പ്രിക്വേഷണറി മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വന്നിറങ്ങുന്ന ആൾക്കാർക്കൊക്കെ തന്നെ, ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ ക്വാറന്റൈൻ ഏർപ്പാടാക്കാനുള്ള സംവിധാനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട്. അത് ചെറിയ ഫീവർ ഉണ്ടെങ്കിൽ പോലും അവരെ ക്വാറന്റൈനിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ്. മിനിമം 20 days to 25 days ഒക്കെ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും. സോ ബി കെയർഫുൾ, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ മാക്സിമം പബ്ലിക് ക്രൗഡ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഫ്രിക്കൻ റീജിയനിൽ നിന്നും ഇത് സ്പ്രെഡ് ആകും എന്ന് തന്നെയാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. കാരണം ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം കോങ്കോയിൽ നിന്ന് സുഡാനായി. സുഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുള്ള, ട്രാൻസ്പോർട്ടേഷനുള്ള, പീപ്പിൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സുഡാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് UAE ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. UAE ഫ്ലൈറ്റ് ഒക്കെ റദ്ദാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റ് ഒന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ തടയേണ്ടതുണ്ട്, അങ്ങോട്ടുള്ള സർവീസ് നിർത്തേണ്ടതുണ്ട്. കോങ്കോയ്ക്കുള്ളിൽ തന്നെ ഈ എബോള ബാധിച്ച ആൾക്കാരെ അവർ ഉപദ്രവിക്കുകയാണ്, അതേപോലെ പലരെയും കൊലപ്പെടുത്തുകയാണ്. കോങ്കോയ്ക്കുള്ളിൽ ഈ എബോള വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുന്ന രംഗങ്ങൾ വരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കോങ്കോയ്ക്കുള്ളിൽ. ഓൾറെഡി തന്നെ അവിടെ ഒരു DRC കോങ്കോ, അതേപോലെ തന്നെ MK23 എന്ന് പറഞ്ഞ ഒരു റുവാണ്ടൻ ടീമുമായിട്ടൊക്കെ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപത്തിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ എബോള ക്രൈസിസ്. ഇനിയിപ്പം കോവിഡ് നമ്മൾ തരണം ചെയ്തു, അതേപോലെ തന്നെ എബോളയും തരണം ചെയ്യേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും കോവിഡും പകരുന്നുണ്ട്. ഒപ്പം എബോളയ്ക്കൊപ്പം കോവിഡും ഇപ്പോൾ വീണ്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. പല ഷോപ്പുകളിലും മാസ്കും സാനിറ്റൈസറൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓയിൽ പ്രൈസ് വീണ്ടും കൂപ്പുകുത്തി ഇടിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ഡീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഓയിൽ പ്രൈസ് ഇങ്ങനെ കൂപ്പുകുത്തിയിരിക്കുന്നത്. വീണ്ടും ഇത് കയറും, ഇതൊന്നും വലിയ പുത്തരിയല്ല. തീർച്ചയായിട്ടും ഇത് തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ചില പൊളിറ്റിക്കൽ ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ഗാസയ്ക്കുള്ളിലും ലെബനാൻ്റെ ഉള്ളിലും ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ 2-3 വിഷയങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, എപ്സ്റ്റീൻ ഫയലിൻ്റെ ബാക്കി പത്രങ്ങൾ കുറച്ചുകൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് UFOയുടെ കുറേ വീഡിയോസ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. UFO എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതാണ് സംഗതി. അതായത് ഏലിയൻ ഗ്രഹത്തിൽ നിന്നും വരുന്ന പറക്കുന്ന ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതിൻ്റെ കുറേ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏലിയൻസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏരിയ 51 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയുണ്ട്. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നിഗൂഢമാണ്, ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എപ്സ്റ്റീൻ ഫയലിൻ്റെ നാണക്കേട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് UFOയുടെ നാടകം ഇറക്കിയതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശദീകരിക്കാം, ഇല്ലെങ്കിൽ നോക്കിക്കാണാം.
കാരണം ഈ UFOയെ ഞങ്ങളുടെ F-16 ഫൈറ്റർ ജെറ്റ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇവർ പറയുന്നുണ്ട്, അമേരിക്ക. നമ്മളിത് ചെറിയ കളിയല്ല കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ്. F-16 ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് ഇവർ UFOയെ അടിച്ച് വീഴ്ത്തി എന്നാണ് ഇവർ ഒരു മടിയും കൂടാതെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമേരിക്കയുടെ നിലപാട്. അതായത് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എപ്സ്റ്റീൻ ഫയൽ വീണ്ടും വീണ്ടും ഗവൺമെന്റിനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അമേരിക്ക അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉടായ്പകളും ഇറക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കോ റൂബിയോ ആണെന്നുണ്ടെങ്കിൽ ഇറാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറാൻ പോസിറ്റീവ് മോഡിലാണ് ചർച്ച നടത്തുന്നത്, പക്ഷേ ഡീൽ പോസിബിൾ ആവണം. അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം നേരിടേണ്ടി വരും. അതേപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ പിരിക്കണം എന്നുള്ള വാശി ഇറാൻ കാണിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സമാധാന ചർച്ചയെ അത് ദുർബലമാക്കും എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.